PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഏതൊക്കെ സമയത്താണ് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷേ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാം, നമ്മൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സുമാണ്. അപ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, 9 മണിക്ക്, ദെൻ 12 മണിക്ക്, 3 മണിക്ക്, രാത്രി 8 മണിക്ക്, രാത്രി 10:30. അപ്പോൾ രാത്രിയുള്ള 8 മണിയുടെയും 10:30യുടെയും ക്ലാസ്സാണ് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നത്. 8 മണിക്ക് നമ്മൾ ചെയ്യുന്ന ലൈവ് എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് പഠിക്കുന്ന GK പോർഷൻസ്, ആ ഭാഗത്തു നിന്നും PSC 2021 മുതൽ 24 വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈവായിട്ട്. ദെൻ രാത്രി 10:30ക്ക് എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കലാകായിക സാഹിത്യ സംസ്കാരം കൂടെ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ കാലത്ത് 6 മണിക്ക് ഞാൻ പറഞ്ഞു, 6 മണിക്കും 9 മണിക്കും 12 മണിക്കും ഒക്കെ നമ്മൾ GK പോർഷൻസ്, പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതൊക്കെ കവർ ചെയ്തിട്ടാണ് ക്ലാസ് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 6 ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ സമയവും ഓരോ ദിവസവും ഏതൊക്കെ ക്ലാസ്സുകളാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ടെലഗ്രാം വഴി നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. ഇപ്പോൾ നാളെ വരുന്ന ക്ലാസ്സുകൾ ഇന്ന് തന്നെ നമ്മൾ ടൈം ടേബിൾ പോലെ ഇട്ട് തരും. 6 മണിക്ക് ഏത് ക്ലാസ് ആണോ, 9 മണിക്ക് ഏതാണെന്നുള്ളത് തലേ ദിവസം തന്നെ ഇട്ട് തരും. അതിനനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ വരിക. ഓരോ നേരവും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാമിലും കൂടെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ടും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കേരള ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കേരള ജിയോഗ്രഫിയുടെ ഭാഗത്ത് നിന്നുള്ള കേരളക്കരയിൽ എന്ന് പറയുന്ന ഒരു SCERT പാഠഭാഗമുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടമാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള ജിയോഗ്രഫിയിലെ കേരളക്കരയിൽ എന്ന് പറയുന്ന SCERT പാഠഭാഗത്തിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ വളരെ ബേസ് മുതലാണ് പഠിച്ചു പോകുന്നത് എപ്പോഴും. അപ്പോൾ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം, അല്ലേ? നമുക്കറിയുന്നതാണ്. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതകളാണ്. നമുക്കറിയുന്നതാണ്, അല്ലേ? നമ്മുടെ കേരളത്തിൽ കുന്നുകളുണ്ട്, നദികളുണ്ട്, കായലുകളുണ്ട്, കടൽ തീരമുണ്ട്, സസ്യജന്തുജാലങ്ങളുണ്ട്, മിതമായ കാലാവസ്ഥയുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ സവിശേഷതകളാണ്. ഇനി നമുക്ക് പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ശ്രീ SK പൊറ്റക്കാട് എഴുതിയിട്ടുള്ള ഒരു കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്, കേരളത്തെ വർണ്ണിച്ചുകൊണ്ട്. കേരളമേ നിന്റെ ഓമന പേർ കേൾക്കെ കോൾമയിർ കൊള്ളുന്നെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കുമുൾ നാടുകളും വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കേട്ടിട്ടുള്ള കവിതയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇതിൻ്റെ 2 വരി തന്നിട്ട് കേരളമേ നിന്റെ ഓമന പേർ കേൾക്കെ, ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിക്കാം. ശ്രീ SK പൊറ്റക്കാട് എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്, നമ്മുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം, അല്ലേ? നമുക്ക് അറിയുന്നതാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ എപ്പോഴും ബേസിക് മുതൽ പഠിച്ചു പോവുക. നമ്മുടെ ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ എവിടെ നിന്ന് വരുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി, അല്ലേ? തെക്കും വടക്കൊക്കെ അറിയാത്തവരുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തെക്ക് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇവിടെ താഴെയാണ് വരുന്നത്, അല്ലേ? സൗത്ത്, ഇവിടെ നോർത്ത്, ഇവിടെ തെക്ക്, മുകളിൽ വടക്ക്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും
പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ കേരള സംസ്ഥാനം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജില്ലാ തലസ്ഥാനം, സംസ്ഥാന തലസ്ഥാനം, ജില്ലാ അതിരുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്കിവിടെയൊക്കെ അത് അറിയാം അല്ലേ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ഏറ്റവും ചെറിയ ജില്ല ഏതാണ്, കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. ഓക്കെ, നോക്കുക. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ആർക്കുള്ളത്? നമ്മുടെ കേരളത്തിനുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിക്കാം. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എത്രയായി തിരിക്കാം? മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മലനാട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പൂരിപ്പിക്കാലോ. ഇടനാട് അല്ലേ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് തിരിക്കാവുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയി തിരിക്കാം. ഇവിടെ നോക്കൂ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി 3ആയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തീരപ്രദേശം യെല്ലോ കളർ കാണുന്നതാണ് തീരപ്രദേശം, ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഇടനാട്, മലനാട് എന്ന് പറയുന്നത് റെഡ് കളറിൽ കാണുന്നതാണ്. ഇങ്ങനെ 3 ഭൂപ്രദേശമായിട്ടാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ മലനാട്ടിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഇത് ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം അറിയപ്പെടുന്നത് ഏതാണ്? ഏത് ഭൂപ്രകൃതി വിഭാഗമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മലനാടാണ്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് ഏത്? മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്, മലനാട്ടിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. ഓക്കെ, അപ്പം മലനാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണിത് മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സഹ്യൻ്റെ മടിയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പം മലനാട് വരുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ്, രാജവെമ്പാല പോലുള്ള പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങി അപൂർവമായിട്ടുള്ള ജീവികൾ എവിടെ കാണപ്പെടുന്നുണ്ട്? പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് എന്ത്? കേരളത്തിൻ്റെ മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും
പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. അപ്പോൾ പശ്ചിമഘട്ട മേഖലയിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരത്തിലുള്ള ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഓക്കെ, ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്നും പേരുണ്ട്. അപ്പൊ സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിര. ചോദിക്കാറുള്ളതാണ് കേട്ടോ. സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് ആരാണ്? പശ്ചിമഘട്ട മേഖലയാണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിൻ്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ച് സാമൂഹ്യശാസ്ത്ര ലാബിലെ, അത് എന്താണ്, കുട്ടികൾക്കുള്ള വർക്ക് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇവിടെ നിശബ്ദതയുടെ താഴ്വരയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലിയെ കുറിച്ചാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവിടുകൾ അപൂർവമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് ആ പേര് വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ ചീവിടുകൾ അപൂർവമായതുകൊണ്ടാണ്. ചീവിടുകളുടെ അഭാവമാണ് സൈലന്റ് വാലി എന്ന പേര്, നിശബ്ദ താഴ്വര എന്ന പേര് അവിടെ ലഭിക്കാനായിട്ട് കാരണം. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലിക്ക് ആ പേരുകൾ വരാൻ കാരണം എന്താണ്? ചീവിടുകൾ അവിടെ അപൂർവമായേ കാണാറുള്ളൂ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പം നമ്മൾ മലനാട് എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് ഇടനാട്. ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ, വലിയ ക്ലാസ്സിൽ നോക്കുമ്പോൾ പഠിച്ചോളും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ആണ് ഏത്? ഇടനാട്. ഓക്കെ, അപ്പോൾ നമ്മൾ മലനാട് പറഞ്ഞു 75 മീറ്ററിൽ കൂടുതലാണെന്ന് പറഞ്ഞു. ഇടനാട് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെയാണ് ഇടനാട് എന്ന് പറയുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഓക്കെ, ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ മുതലായവ ചേർന്നതാണ് ഇടനാട്. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇടനാട് കഴിഞ്ഞാൽ തീരപ്രദേശം. ഓക്കെ, തീരപ്രദേശം എന്ന് പറയുമ്പോൾ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ്. അപ്പോൾ തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ വരെ, 7.5 മുതൽ 75 മീറ്റർ വരെ ഇടനാട്, 75 മീറ്ററിന് മുകളിൽ ആരാണ്? മലനാട്. ഓക്കെ, അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം. നമുക്കറിയാം അല്ലേ, മണൽ നിറഞ്ഞ പ്രദേശമാണ് തീരപ്രദേശം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചാണ്. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, മിതമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം എന്താണ്? കടലിൻ്റെ സാമീപ്യമാണ്. ഓക്കെ, മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതികഠിനമായ ചൂടോ അല്ലെങ്കിൽ അതികഠിനമായ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടുന്നില്ല. കാരണം എന്താണ്? കടലിൻ്റെ സാമീപ്യമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന മഴ, ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മഴ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മഴ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയാണ്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുന്ന മാസം ഏതാണ്? ജൂൺ മാസമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ മറ്റു പേരുകളാണ് ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്.
ഓക്കെ, ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, ഓക്കെ, അതാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തുലാവർഷം. കാലവർഷം എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഓക്കെ, ഇനി വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. നമുക്കറിയാം വൈകുന്നേരങ്ങളായി കഴിഞ്ഞ് ഇടിയൊക്കെ ഇടിച്ച് മഴ പെയ്യുന്നു അല്ലെ, ആ ഒരു പ്രത്യേകതയാണ് തുലാവർഷത്തിൻ്റെത്. ഓക്കെ, ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഡിസംബർ മാസത്തോടെയാണ് നമുക്കറിയാം മഞ്ഞുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡിസംബർ മാസത്തോടു കൂടി കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മധ്യത്തോടു കൂടി വേനൽക്കാലം ആരംഭിക്കുകയായി. അപ്പോൾ ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തോടു കൂടിയിട്ടും വേനൽക്കാലം ആരംഭിക്കുന്നത് ഫെബ്രുവരി മധ്യത്തോടു കൂടിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നദികളെ കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഓക്കെ, അറിയാത്തവരാരും ഇല്ലല്ലോ, 44 നദികളുണ്ട്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളാണ് നമുക്കുള്ളത്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, ഏതൊക്കെ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. സാമൂഹ്യശാസ്ത്ര ലാബിലെ, അത് നമുക്കുള്ളതല്ല. ഓക്കെ, അപ്പോൾ അത് കുട്ടികൾക്കുള്ള കുറച്ച് വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? 44 നദികളാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന 44 നദികളുണ്ട്. ആ നദികളിൽ 3 കിഴക്കോട്ട് ഒഴുകുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ്. ഓക്കെ, അതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി കേരളത്തിലെ നദികൾ ഇന്ന് മലിനീകരണ ഭീഷണി നേരിടുകയാണ് അല്ലേ. നമുക്ക് അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്, മലിനീകരണം നടക്കുന്നതൊക്കെ. അടുത്തത് പുനർജനി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പുള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പോൾ കൊടുങ്ങരപ്പള്ളം പുഴ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ടോ ഭവാനിപ്പുഴയിലാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക കേട്ടോ. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കൊടുങ്ങരപ്പള്ളം പുഴ എവിടെയാണ് എത്തിച്ചേരുന്നത്? ഭവാനിപ്പുഴയിലാണ് എത്തിച്ചേരുന്നത്. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ചു പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നീരൊഴുക്ക് വീണ്ടെടുക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ചു പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതു പുഴയാണ്? കൊടുങ്ങരപ്പള്ളം പുഴ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഭവാനിപ്പുഴയിൽ നിന്നാണ് എത്തിച്ചേരുന്നത്. ഏതിലൂടെയാണ് ഒഴുകുന്നത്? അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കായലുകൾ, നദികൾ കഴിഞ്ഞു, കായലുകളെ കുറിച്ചാണ് പറയുന്നത്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് എന്ത്? കായലുകൾ. ഓക്കെ, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. കായലുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്? മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് കായലുകൾ പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് തടാകങ്ങളെ കുറിച്ചാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇനി തടാകങ്ങളെ കുറിച്ച് നോക്കാം.
കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ്. ഓക്കെ, ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, വേമ്പനാട്ട് കായലാണ്. തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് അല്ലേ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരികവുമായി ഇഴചേർന്ന് നിൽക്കുന്ന ഈ ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? അല്ലേ? ആണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കൃഷിയും ജനജീവിതവും നോക്കുക. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു അല്ലെ. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിൽ മുഖ്യമായും കൃഷി ചെയ്യുന്നത് ഏതൊക്കെ വിളകളാണ്? തെങ്ങ്, നെല്ല് തുടങ്ങിയവയാണ് തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇടനാട്ടിൽ എത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായിട്ട് കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത് തെങ്ങും നെല്ലും മാത്രമാണ്. ഇടനാട്ടിൽ എന്തൊക്കെയാണ്? നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുക കേട്ടോ, ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന്. ഇനി മലനാട്ടിലാണെങ്കിലോ, മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. ഓക്കെ, മലനാട്ടിൽ പൊതുവെ ഭൂരിഭാഗവും വനമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അവിടെ എന്താണ്, ഒത്തിരി തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകളാണ് മലനാട്ടിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം, അപ്പോൾ കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഓണമാണ്. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ആഘോഷം ഏതാണ്? ഓണമാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന ഏതാണ്? അതും ഓണമാണ്. അല്ലെങ്കിൽ ഓണം, കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന മാസം ഏതാണ്? ചിങ്ങമാസമാണ്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ ആ ഭാഗത്ത് നിന്ന്. ഇനി വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും 10ാം ഉദയത്തിന് വിളയിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു അല്ലെ. വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും 10ാം ഉദയത്തിന് വിളയിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. ഇനി നോക്കുക, കൃഷിയുമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. വിട പറയുന്ന വിളവൈവിധ്യം. മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായി കൃഷി ചെയ്യുകയാണ്. ഓക്കെ, കാർഷിക വിളകൾക്ക് പകരം വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ പോലുള്ള വിളകൾ ഇപ്പോൾ കൂടുതലായിട്ട് മലയാളികൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവും ഇന്ന് കേരളത്തിലെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇതിനൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? ആണല്ലോ, നമുക്കറിയാം അല്ലേ. ഇനി എൻ്റെ കൃഷിത്തോട്ടം നോക്കുക, എന്താണ്, നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തും മുറ്റത്തും ഒക്കെ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് കൃഷികളൊക്കെ ചെയ്യാം അല്ലേ. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, നെല്ല്, ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇതുകൊണ്ടുള്ള മിച്ചങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഗതാഗതത്തെക്കുറിച്ച് നോക്കാം.
കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഭൂപ്രകൃതി വിഭാഗത്തിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഗതാഗത മാർഗങ്ങളാണ് കേരളത്തിലുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതങ്ങനെയല്ലേ? കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ഏത് ഗതാഗത മാർഗമായിരിക്കും? ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. ഓക്കെ, തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. കായലുകൾക്ക് പുറകെ പാലങ്ങൾ വന്നതോടുകൂടി തീരപ്രദേശത്തോടുകൂടി റെയിൽപാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടുകൂടി എന്ത് വന്നു? തീരപ്രദേശത്ത് കൂടിയിട്ടും റെയിൽപാതകളും ദേശീയപാതകളും എല്ലാം കേരളത്തിൽ വന്നു. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. തീരപ്രദേശത്ത് ജലഗതാഗതവും ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ ഉണ്ട്. അല്ലെ, നമുക്കറിയാം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും എന്തുണ്ട്? വിമാന സർവീസുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഭൂപടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെയിൽവേ, സംസ്ഥാനപാത, ദേശീയപാത, ജില്ലാ അതിരുകൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റാണ് കേട്ടോ, ഉപസംഹാരം പോലെ തന്നിട്ടുള്ളതാണ്. ഹരിതാഭമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത, ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവ സമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ 10th ചാപ്റ്റർ എന്ന് പറയുന്നത്, കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ.